السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين. أشهد أن محمدا عبده ورسوله الصادق الأمين صلى الله عليه وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വിശുദ്ധമായ റമദാനിനെയും അതിനുശേഷം മഹത്തായ ഈ ഈദ് സുദിനത്തെയും നമുക്ക് സമ്മാനിച്ച ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അടുത്ത് വന്ന വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ സന്തോഷ ദിവസവും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. തൗഹീദിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം എല്ലാവരും ഒരു സന്തോഷത്തിന്റെ ഈദ് ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. ഇന്ന് ലോകത്ത് മുഴുവൻ പെരുന്നാൾ ആഘോഷിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അഴുക്ക് പറ്റിയാൽ ആ അഴുക്ക് കഴുകിക്കളഞ്ഞ് വൃത്തിയാകുന്നത് വരെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ഏതെങ്കിലും ഒരു ടാപ്പ് കിട്ടി അതിന്റെ ചുവട്ടിലൊന്ന് ആ കൈ പിടിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ മനസ്സിന് ഒരു സമാധാനം പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. നല്ല ചൂടും ശക്തമായ വിയർപ്പും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാൽ ആ ചൂടും വിയർപ്പും പ്രയാസങ്ങളും മാറിപ്പോകാൻ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ശരീരം വൃത്തിയാകുമ്പോൾ മനസ്സ് ഒരു ആശ്വാസവും സന്തോഷവും അനുഭവിക്കാറുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ പലപ്പോഴായി പിടികൂടിയ അടിഞ്ഞുകൂടിയ എല്ലാ തിന്മകളിൽ നിന്നും വൃത്തിയായതിന്റെ സന്തോഷമാണ് കഴിഞ്ഞ ഒരു മാസവും ഈ സന്തോഷ ദിവസത്തിലും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഈദ് ആഘോഷിക്കുന്നതിന്റെ കാരണം തന്നെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, തിന്മകളുടെ വഴിയിൽ നിന്ന് നേരിന്റെ വഴിയിലേക്ക് ജീവിതത്തെ മാറ്റി നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം തന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തക്ബീർ ചൊല്ലി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ ദിവസത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒരു മാസം നന്നായപ്പോൾ, ഒരു മാസത്തിൽ തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നപ്പോൾ, ഒരു മാസം മാലിന്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചപ്പോൾ, സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു മാസത്തിന്റെ രാവും പകലും നമ്മൾ അനുഭവിച്ച സന്തോഷം എത്ര വലുതാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു മാസം കൊണ്ട് ഇത്ര വലിയ സന്തോഷം മനസ്സിനു നേടാനാകുമെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ
അള്ളാഹുവിന് നൽകി നമ്മൾ നമ്മെ ശുദ്ധീകരിച്ചാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സന്തോഷവും ആനന്ദവും എത്ര വലുതായിരിക്കും. അതുകൊണ്ട് ഈ ഈദിന്റെ സന്തോഷ മുസല്ലയിൽ വെച്ചുകൊണ്ട് നാം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ വിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 162 പറഞ്ഞ ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയായിരിക്കണം ഈ ഈദിന്റെ ദിവസം നമ്മുടെ പ്രഖ്യാപനം. എന്താ അള്ളാഹു പറഞ്ഞത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ, എന്റെ ആരാധനകൾ, എന്റെ ജീവിതവും, എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്റെ ജീവിതം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ വഴിയിൽ തന്നെ ആയിരിക്കും എന്റെ മരണമെന്ന് പ്രഖ്യാപിക്കാൻ, ആ പ്രതിജ്ഞയെടുക്കാൻ വിശ്വാസികളെ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുന്നുവെങ്കിൽ നാം അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്ന്, കഴിഞ്ഞ ഒരു മാസത്തെ നന്മകളാണ് നമ്മെ സന്തോഷിപ്പിച്ചതെങ്കിൽ ആ നന്മകൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടരണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കുന്നത് ആർക്കാണ് എന്ന് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ. വിശ്വാസികൾ, മുത്തഖീങ്ങൾ സ്വർഗ്ഗങ്ങളിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും. അവർക്ക് അല്ലാഹു കൊടുത്തത് അവർ ഏറ്റെടുക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് നമ്മൾ അടിവരയിടണം. എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. ആ സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുൻപ് അവർ നന്മയുള്ള ജീവിതം നയിച്ചവരായിരുന്നു. നന്മയുള്ള ജീവിതം നയിച്ചവർ. എന്തൊക്കെയാണ് ആ നന്മ? കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി അല്പസമയം മാത്രം ഉറങ്ങിയവരാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അഥവാ അത്താഴത്തിന്റെ സമയങ്ങളിൽ എഴുന്നേറ്റ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയവരാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും അവരുടെ അടുത്ത് അവരുടെ സമ്പാദ്യത്തിൽ ഒരു ഓഹരി ഉണ്ടാകും. എന്താ അല്ലാഹു പറഞ്ഞത്? സ്വർഗം കിട്ടുകാർക്ക് രാത്രി കുറച്ചു സമയം ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവർ, ധാരാളം നന്മകൾ ചെയ്യുന്നവർ, തന്റെ സമ്പത്തിൽ നിന്ന് ചോദിച്ചു വരുന്നവർക്കും ഉപജീവനം തടയപ്പെട്ടവർക്കും കൊടുക്കുന്നവർ. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് റമദാനിൽ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് റമദാനിൽ ചെയ്ത ഈ നന്മകൾ തുടരുകയാണെങ്കിൽ നമുക്ക് സ്വർഗമുണ്ട് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി ബിസലാസിൻ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യം വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ബിസിയാമി സലാസതി അയ്യാം. മാസത്തിൽ 3 ദിവസത്തെ നോമ്പ്, അയ്യാമുൽ ബീദിലെ 3 നോമ്പ്, അല്ലെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 3 ദിവസം നോമ്പെടുക്കുക. ളുഹയുടെ 2 റക്അത്ത് നിസ്കാരം. ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് വിത്റാക്കാൻ. 3 കാര്യം പറഞ്ഞത്. സുന്നത്ത് നോമ്പെടുക്കാൻ, മാസത്തിൽ ഒരു 3 ദിവസമെങ്കിലും സുന്നത്തായ ളുഹാ നമസ്കാരം നിർവഹിക്കാൻ. ഉറങ്ങുമെന്ന ഭയമുണ്ടെങ്കിൽ ഉറക്കത്തിന്റെ മുൻപ്, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിത്ർ നമസ്കരിക്കാൻ എന്റെ ഖലീൽ എനിക്ക് വസിയ്യത്ത് തന്നു എന്നാണ്. അതുകൊണ്ട് ഈ ഈദിന്റെ ദിവസം നമ്മൾ തീരുമാനിക്കുക, കഴിഞ്ഞ 29 രാവുകളിൽ നമസ്കരിച്ചതുപോലെ ഇനിയും ഞാൻ നമസ്കരിക്കും. അതിന് നമുക്ക് സാധിക്കോ എന്നത് ഇന്നലത്തെ രാത്രി തെളിയിച്ചിട്ടുണ്ടാകും. ഇന്നലത്തെ തഹജ്ജുദ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നന്മകൾ തുടരുക. ഈ രാത്രി നമസ്കാരം നമ്മൾ ശീലമാക്കുക. സുന്നത്തു നമസ്കാരങ്ങൾ തുടരുക. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ശവ്വാൽ മാസത്തിലെ ഒരു മാസത്തിനിടയിൽ ഒരു 6 ദിവസം അള്ളാഹ്ക്ക് നോമ്പെടുത്ത് ഒരു കൊല്ലത്തെ നോമ്പ് പൂർത്തിയായി പ്രതിഫലം വാങ്ങാൻ നമ്മൾ പരിശ്രമിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മം സ്വീകരിച്ചു എന്നതിന്റെ ഒരു അടയാളം പണ്ഡിതന്മാർ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? മിൻ അലാമാതി ഖബൂലിൽ ഹസന അൽ ഹസനതു ബഅദഹ. ചെയ്ത നന്മകൾ അല്ലാഹ് സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് അതിനുശേഷവും നന്മ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത്. നമ്മൾ ഒരു മാസം ചെയ്തത് അല്ലാഹ് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം ഇനിയുള്ള 11 മാസം കൂടി ഈ നന്മകൾ തുടരാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. അങ്ങനെ കഴിയുന്ന അത്ര നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുഗ്രഹീതമായ പള്ളിയുടെ നിർമ്മാണം നടത്തുമ്പോൾ ഓരോ സ്വഹാബിയും ഓരോ കല്ലെടുത്ത് കട്ടയെടുത്ത് കൊണ്ടുപോകാൻ. അവിടെയുണ്ട് മഹാനായ സ്വഹാബി അമ്മാർ ഇബ്നു യാസിർ
2 കല്ലെടുത്ത് കൊണ്ടുപോകുന്നു. എല്ലാരും ഒരു കല്ല് കൊണ്ടുപോകുമ്പോ അമ്മാർ 2 കല്ല് കൊണ്ടുപോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമ്മാറെ, ഇവരെ പോലെ നിനക്കും ഒരു കല്ലെടുത്ത് പോയാൽ പോരെ? അതിന് അമ്മാർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്നി ഉരീദുൽ അജ്റ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇവരെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി ആഗ്രഹിക്കുന്നു. കൂലി ആഗ്രഹിച്ച് എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാനാകുമോ ചെയ്യുക സഹോദരങ്ങളെ. ഇന്ന് തെളിയിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഈദ് മുസല്ല വിട്ടു പോകുമ്പോൾ സ്വതക്ക കൊടുക്കുന്നിടത്ത് നമുക്ക് മനസ്സുണ്ടോ? നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഒന്ന്, ചെയ്ത നന്മകൾ തുടരുക. രണ്ടാമത്തത്, ചെയ്ത നന്മകൾ നിഷ്ഫലമായി പോകുന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുകയാണ്. എന്താണ് ആയത്തിൽ അല്ലാഹു പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രവാചകനേക്കാൾ ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അതിന് ശേഷം പിന്നെ പള്ളിയിൽ വരുന്നില്ല. ഡോറ് ലോക്ക് ചെയ്ത് വെച്ച് വീട്ടിലെന്നാൽ അറിയാതെ എങ്ങാനും തുറന്ന് ഞാൻ പള്ളിയിൽ പോകുമോ എന്ന് പേടിച്ച് ഡോറ് ലോക്ക് ചെയ്ത് വീട്ടിലിരിക്കുന്നു. ദിവസങ്ങളായി പള്ളിയിൽ കാണാതായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. എന്തു പറ്റി സാബിത്ത് പള്ളിയിൽ വരുന്നില്ലല്ലോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേട്ടില്ലേ? റസൂലിന്റെ അടുത്ത് റസൂലിനേക്കാൾ ശബ്ദത്തിൽ സംസാരിച്ചാൽ ആ ആയത്തിന്റെ അവസാനം എന്താണെന്നറിയോ? അൻ തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കർമ്മം അങ്ങനെ നിഷ്ഫലമായി പോകും. ഞാൻ ചെയ്തത് പോലും പടച്ചവൻ സ്വീകരിക്കാതെ പോകും. എന്തേ കാരണം? ഞാൻ റസൂലിന്റെ അടുത്ത് ശബ്ദമുയർത്തി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം ജന്മന കുറച്ച് ഉയർന്ന ശബ്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അദ്ദേഹം സ്വർഗ്ഗാവകാശിയാണ് എന്ന് അറിയിക്കൂ. അതിനെക്കുറിച്ച് അല്ല അല്ലാഹു പറഞ്ഞത് തർക്കിച്ച് ശബ്ദം ഉയർത്തരുത് എന്നാൽ. എന്തേ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പേടിപ്പിച്ചത്? അൻ തഹ്ബത അഅമാലുക്കും, ചെയ്തത് പൊളിഞ്ഞു പോകുമെന്നതാണ്. ആ ഭയം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. മൂന്നാമത്തെ കാര്യം, ഈ ഈദ് മുസല്ലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന മൂന്നാമത്തെ കാര്യം, തിന്മകൾ വെടിയാനുള്ള മനസ്സ് ഇനിയും നമുക്കുണ്ടാകണം. ഏതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ തിന്മ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് ഏറ്റവും വലിയ പാപം, വലിയ കുറ്റം. ആ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ എന്റെ അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രഖ്യാപനം ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ജാറത്തിന്റെ മുന്നിലും കുമ്പിടാൻ, ഒരു ഏലസു കെട്ടാൻ, ഐക്കല്ലു കെട്ടാൻ, ഉറുക്കു ശരീരത്തിൽ ബന്ധിപ്പിക്കാൻ, പടച്ചവനല്ലാത്ത ഒരാളുടെ പേരിൽ സത്യം ചെയ്യാൻ, CM മടവൂരാണ് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന് പ്രഖ്യാപിക്കാൻ എന്നെ കിട്ടുകയില്ല. കാരണം ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണെന്ന് പറഞ്ഞ് ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. ചതിക്കുഴികളുടെ ട്രെൻഡുകളെ ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് സാധിക്കണം. എല്ലാം ട്രെൻഡാണ്. ചില ആളുകൾക്ക് നോമ്പ് മുഴുവൻ ട്രെൻഡായിരുന്നു, ചില ആളുകൾക്ക് പെരുന്നാൾ ട്രെൻഡാണ്, ചില ആളുകൾക്ക് ജീവിതം മുഴുവൻ ട്രെൻഡിന്റെ പിറകെ പോകലാണ്. അല്ലെ, കല്യാണം ട്രെൻഡ് അനുസരിച്ചാണ്. അവിടെ ഹെൽദി ഉണ്ട്, മെഹന്തി ഉണ്ട്, എല്ലാ തോന്നിയാസുണ്ട്, ബ്രൈറ്റ് ടു ബി ഉണ്ട്, അറബി കല്യാണം ഉണ്ട്. എന്തേ? ട്രെൻഡിന്റെ പിറകെ പോവുകയാണ്. ബർത്ത്ഡേ ആഘോഷങ്ങൾ സജീവമാണ് കുടുംബങ്ങളിൽ. എന്തേ? ട്രെൻഡിന്റെ പിറകെ പോവുകയാണ്. ഓരോ തിന്മകളുടെയും പിറകെ പോകുന്ന ആളുകൾ. ചില ആളുകൾക്ക് ഡ്രസ് കോഡ് ട്രെൻഡിനനുസരിച്ചാണ്, ചില ആളുകൾ തലമുടി മുറിക്കുന്നത് ട്രെൻഡ് അനുസരിച്ചാണ്. ട്രെൻഡുകൾ മുഴുവൻ ചതിക്കുഴികളിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞ് ട്രെൻഡുകളുടെ ചതിക്കുഴിയിൽ പെട്ടുപോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അപകടത്തിന്റെ സോഷ്യൽ മീഡിയയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. തിന്മയിൽ നിന്ന് അകലാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നിടത്ത് ചില ശ്രദ്ധയും ക്രമീകരണവും ജാഗ്രതയും സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. വൃത്തികെട്ട കാഴ്ചകൾ സ്വകാര്യമായി കാണാൻ സോഷ്യൽ മീഡിയയിൽ അവസരമുണ്ട്. ചിലർക്ക് എല്ലാം സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയ നിയന്ത്രിതമായി ഉപയോഗിക്കുന്നിടത്ത് രാജ്യവും രാജ്യത്തെ സംസ്ഥാനങ്ങളും ലോകാടിസ്ഥാനത്തിലെ ഉന്നതമായ രാഷ്ട്ര തലവന്മാരും വരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന കാലത്ത് അതിനേക്കാൾ വലിയ നിയന്ത്രണം വിശ്വാസിക്കുണ്ടാകണം. ചില ആളുകൾ മതപരമായ നിലപാട് സ്വീകരിക്കുന്നത് പോലും സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ്. സയനിസം ലോകത്ത് വലിയ അപകടം വിതക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ലോകത്തിന്റെ ദുഷ്ടശക്തികൾ ലോകത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളാലാകുന്നത് ചെയ്യണം. പക്ഷേ സോഷ്യൽ മീഡിയ പുറത്തുണ്ടാക്കിയ ട്രെൻഡ് എന്താണ്? സയൻസിനെ എതിർക്കുമ്പോ ഷിയായിസത്തെ വെള്ളപൂശുകയാണ് സോഷ്യൽ മീഡിയ. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അലിഖാംനായിമാരെ ഷഹീദുമാരാക്കുന്ന സോഷ്യൽ മീഡിയ ട്രെൻഡുകളിൽ നമ്മൾ പെട്ടുപോകരുത്. കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മനുഷ്യ കണ്ണിനെ കുറിച്ച്, കാതിനെ കുറിച്ച്, ചിന്തയെ കുറിച്ച്
ചോദ്യമുണ്ട് പരലോകത്ത് എന്നാൽ. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകണം. ഇങ്ങനെ നന്മകൾ തുടർന്ന് നിഷ്ഫലമാകുന്നത് ശ്രദ്ധിച്ച് തിന്മകൾ വെടിഞ്ഞ് ഈ ഈദിന്റെ ദിവസം മുതൽ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ മതബോധം മനസ്സിന്റെ അകത്തുണ്ടാകണം. അള്ളാഹു പറഞ്ഞത് എന്താ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹിനെ പേടിച്ചു ജീവിക്കുന്നവർ അറിവുള്ളവരാണ്, മതമറിയുന്നവരാണ്. അതുകൊണ്ട് മതം പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളിൽ ഈദിന്റെ ദിവസവും പള്ളികളിൽ ജുമുഅ നടക്കൽ നിർബന്ധമായിരുന്നു. എത്താൻ കഴിയാത്ത ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജുമുഅയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും സഹോദരിമാരെ ജുമുഅയുണ്ട്. ജുമുഅക്കെത്താൻ കഴിയുന്ന പരമാവധി നിങ്ങൾ പരിശ്രമിക്കണം. QHLS-ന്റെ പാഠശാലകളിൽ ബുധനാഴ്ചകളിൽ രാവിലെ സ്ത്രീകൾക്കും മഗ്‌രിബിന് ശേഷം പുരുഷന്മാർക്കും QHLS ക്ലാസ് നടക്കുന്നു. നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. വിജ്ഞാന വേദികളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. പീസ് റേഡിയോ നമ്മുടെ കൂട്ടുകാരനാകണം. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി വേണ്ടതെല്ലാം വലിച്ചെടുക്കുന്നത് പോലെ വിജ്ഞാനത്തിന്റെ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഫോണുകളിലുണ്ട് സമീൽ. അത് നമ്മുടെ കൂട്ടുകാരനാകണം. നേർപ്പദം വായിക്കാൻ നമ്മൾ സമയം കാണണം. രാവിലെ വരുന്ന ഒരു നേർവഴിയുടെ ചെറിയ ശബ്ദശകലത്തെ കേട്ടു ദീന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ മക്കളെ ഈ നേരിന്റെ വഴിയിൽ നമ്മൾ കൊണ്ടുപോകണം. ലിബറലിസം കുട്ടികളെ തിന്മ പഠിപ്പിക്കുന്ന കാലത്താണ് നമ്മൾ ഉള്ളത്. യു ഓൺലി ലിവ് വൺസ്, നീ ഒരിക്കൽ മാത്രമേ ജീവിക്കുക എന്ന യോളോ ആശയം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ മുഴുവൻ സോഷ്യൽ മീഡിയ വഴി കൊറിയൻ സംസ്കാരത്തിന്റെ പിറകെ പോകാൻ പരിശ്രമിക്കുന്ന കാലത്താണ് സോഷ്യൽ മീഡിയ കുട്ടിക്കളിയല്ല എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ ദീനിനോട് ചേർത്ത് നിർത്തണം. അപ്പോൾ അല്ലാഹ് നമുക്ക് തരുന്ന ഒരു ഓഫർ ഉണ്ട്. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ വഴിയെ മക്കളെ ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്തവർ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അനുഗ്രഹത്തിന്റെ സ്വർഗ്ഗത്തിൽ ആ മാതാപിതാക്കളുടെ കൂടെ മക്കളെ അല്ലാഹു ചേർത്ത് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളും ദീന് പഠിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വെക്കേഷൻ വരുമ്പോ ഏപ്രിൽ 12 മുതൽ 16 വരെ നമ്മുടെ മദ്രസയിൽ കുട്ടികൾക്കുള്ള സമ്മറൈസ് പാഠശാല നടക്കുകയാണ്. നമ്മുടെ മക്കൾ പങ്കെടുക്കട്ടെ. CRE പാഠശാലകളിൽ അവരുടെ പങ്കാളിത്തം ഉണ്ടാകട്ടെ. വെക്കേഷൻ കഴിഞ്ഞ് ജൂൺ മാസത്തിൽ മദ്രസ തുറക്കുകയാണ്. അഡ്മിഷന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകട്ടെ. ദാറുൽ ഫുർഖാൻ ഈ നാട്ടിൽ മാത്രമല്ല, ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പള്ളികളിലാണ് ദാറുൽ ഫുർഖാനിന്റെ മക്കൾ ഇമാമത്ത് നിന്നിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ദാറുൽ ഫുർഖാനിനെ നമ്മൾ ഏറ്റെടുക്കണം. അതിന്റെ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിൽ നമ്മളുടെ ഒരു ഓഹരി കൊടുത്ത് ഈ നന്മയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ പിന്തുണ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സ്കൂൾ ഓഫ് ഖുർആൻ അതിന്റെ അഡ്മിഷന്റെ സമയത്തേക്ക് പോവുകയാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. ഇങ്ങനെ നമ്മൾ ദീനിന്റെ വഴിയിൽ, നമ്മുടെ മക്കൾ ദീനിന്റെ വഴിയിൽ, സഹോദരിമാരെ നിങ്ങൾ ഈ ദീനിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ, ഒരു വീട്ടിലെ ഉമ്മ നന്നായാൽ ആ കുടുംബം നന്നാകും. നിങ്ങളും ഈ ദീനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. ഇങ്ങനെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒന്നിച്ച് അള്ളാന്റെ ദീനിലേക്ക് മടങ്ങാൻ ഒരുക്കമാണെങ്കിൽ എല്ലാ നിന്യതകളും അള്ളാഹു അവസാനിപ്പിച്ചു തരുമെന്നാണ്. എല്ലാവർക്കും നമ്മളെയാണ് ആക്രമിക്കാനുള്ളത്. എല്ലാവരും മിസൈലേക്കുന്നത് നമുക്ക് നേരെയാണ്. എല്ലാവരും ആക്ഷേപിക്കുന്നത് നമ്മയാണ്. വിശ്വാസി സമൂഹത്തെ നിന്ദിക്കാനും ഇകഴ്ത്താനുമാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. പക്ഷേ നിന്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ ദീനിലേക്ക് മടങ്ങലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ തബായഅതും ബിൽ ഐന, നിങ്ങൾ നിഷിദ്ധമായ കച്ചവടങ്ങൾ നടത്തി, വഅഖത്തും അദ്നാബൽ ബഖർ, നിങ്ങൾ പശുവിന്റെ വാലും പിടിച്ച്, വറദീതും ബിസർ, നിങ്ങളുടെ കൃഷികളിൽ തൃപ്തിയടഞ്ഞ്, വതറക്തുമുൽ ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ധർമ്മ സമരത്തെ നിങ്ങൾ ഒഴിവാക്കിയാൽ, എന്താ പറഞ്ഞത്? നിങ്ങളെ കച്ചവടവും വ്യാപാരവും വ്യവസായവും, നിങ്ങളുടെ ദുനിയാവിന്റെ ഓട്ടവും, നിങ്ങളെ വണ്ടിയും, നിങ്ങളുടെ വീടും കുടുംബമൊക്കെയായി ദുനിയാവിന്റെ പിറകെ പോകുന്നു. നിങ്ങൾ നിസ്കരിക്കാൻ സമയമല്ല, നോമ്പെടുക്കാൻ സമയമല്ല, അള്ളാന്റെ ദീന് നാലാളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മീറ്റിംഗിൽ ഇരിക്കാൻ സമയമില്ല, ഒരു സ്ക്വാഡിനിറങ്ങാൻ സമയമില്ല, ഒരു ലഘുലേഖ കൊടുക്കാൻ എന്തിന്, ഒരു യൂട്യൂബിലെ ലിങ്ക് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഒരുക്കമില്ലാത്ത വിധം നിങ്ങൾ ജിഹാദിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് പോയാൽ അള്ളാഹ് പറയാണ്, സല്ലല്ലാഹു അലൈക്കും ദുല്ല, നിങ്ങൾക്ക് അള്ളാഹ് നിന്യതയിട്ട് തരും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങി വരാതെ അത് മാറിപ്പോവുകയില്ല. ദീനിലേക്ക് മടങ്ങിയോ ഈ നിന്യതകൾ മാറും. വിശ്വാസികൾ അവരുടെ പഴയ ഇസ്സത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു നടക്കാൻ ഒരു കാലത്ത് സന്താനങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവന്ന മനുഷ്യർ ഇന്ന്
മീഡിയയുടെ മുന്നിൽ വന്ന് കരയാണ്. നമ്മുടെ നാട്ടിൽ മക്കൾ വേണം, ഓരോ സ്ത്രീകളോടും പ്രസവത്തിന്റെ എണ്ണം കൂട്ടാൻ പറയാൻ. അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ ദാരിദ്ര്യമോർത്ത് നിങ്ങളെ കുട്ടികളെ കൊല്ലരുത് എന്ന്. ചൈനയും കൊറിയയും റഷ്യയും അടക്കം അവരുടെ ഭരണാധികാരികൾ കണ്ണു നിറച്ച് കരഞ്ഞു പറഞ്ഞ് ദീന് പറഞ്ഞിടത്തേക്ക് അവർ മടങ്ങുകയാണ്. ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ നമ്മുടെ രാജ്യം പാസാക്കിയ നിയമം നോക്കൂ, ഇസ്ലാം പറഞ്ഞിടത്തേക്ക് ആളുകൾ തിരിച്ചു നടക്കുകയാണ്. അതുകൊണ്ട് ദീനിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം. അങ്ങനെ തിരിച്ചു നടക്കാൻ നമ്മൾ ഒരുക്കമായാൽ നമുക്കെന്തിനാണ് നിരാശ സഹോദരങ്ങളെ? പ്രവാസികൾ പ്രയാസം അനുഭവിക്കുകയാണ്. പശ്ചിമേഷ്യ നീറിപ്പുകയെന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ചരിത്രത്തിലില്ലാത്ത വിധം ആരാധനകളിൽ പോലും അറബ് നാടുകളിൽ നിയന്ത്രണം വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അല്ലെ? ഈദിന്റെ ദിവസങ്ങളിൽ ആശംസാവാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിന് പകരം മുകളിലൂടെ പോയി പൊട്ടിത്തെറിക്കുന്ന മിസൈലുകളുടെ കണക്ക് പറയുകയാണ് കുടുംബം നമ്മെ വിളിച്ച്. നമുക്കെന്തിനാണ് നിരാശ? നമ്മൾ പടച്ചവനിലേക്ക് മടങ്ങാൻ ഒരുക്കമാണോ? നമ്മൾ പ്രഖ്യാപിക്കണം, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, കുല്ലൻ യുസീബനാ. ഏത് സയനിസ്റ്റ് ശക്തികൾ, ഏത് ജൂതനും, ഏത് പിന്തുണ കൊടുക്കുന്ന ഏത് ലോക പട്ടാളവും ഈ ദീനിനെയും അതിന്റെ അഹ്ലുകാരെയും നശിപ്പിക്കാൻ ശ്രമിച്ചാലും കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് അല്ലാഹ് വിധിച്ചതല്ലാതെ ഒന്നും നടക്കുകയില്ല. ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ യജമാനനാണ്. പ്രഖ്യാപിക്കണം നമ്മൾ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലുൻ, ഭരമേൽപ്പിക്കുന്നവർ ആ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. തവക്കുൽ ഉണ്ടാകണം. നമുക്ക് തവക്കുൽ വേണം, തവാക്കുലല്ല. നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതൊക്കെ പടച്ചോനെ ഏൽപ്പിക്കല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, എന്നിട്ട് തവക്കുലാക്കണം. സഹോദരങ്ങളെ, ഈ നാടിന്റെ നന്മ നിലനിൽക്കണം, ഇവിടുത്തെ സാഹോദര്യം നിലനിൽക്കണം, ഇവിടെ ഇനിയും പള്ളികളിൽ ഇബാദത്ത് നടക്കണം. നമ്മുടെ നാട് ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തവക്കുലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് പടച്ചവനെ ഏൽപ്പിക്കണം. ബോധപൂർവം ബുദ്ധിപൂർവം വോട്ടവകാശത്തെ നിർവഹിക്കണം. ഒരു വർഗീയതയുടെ വളർച്ചക്കും ഞാൻ എന്റെ വോട്ട് കൊടുക്കില്ലെന്ന് തീരുമാനിക്കണം. ഒരു ലിബറൽ തോന്നിയാസത്തിന് അതിന് അടിവേറെറുക്കുന്ന രൂപത്തിൽ ഞാൻ എന്റെ വോട്ട് ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കണം. ലിബറൽ തോന്നിയാസങ്ങൾക്ക് വെള്ളവും വളവും കൊടുക്കുന്നവർക്ക് എന്റെ പൗരൻ എന്ന അവകാശം ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, എന്നിട്ട് അല്ലാഹുവിൽ തവക്കുലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ സന്തോഷത്തിന്റെ ദീനുള്ള പെരുന്നാളാകണം, നന്മയുള്ള പെരുന്നാളാകണം, തോന്യാസങ്ങളില്ലാത്ത പെരുന്നാളുമായി മുന്നോട്ട് പോകണം. രോഗികളെ മറക്കരുത് നമ്മൾ, പ്രവാസികളെ മറക്കരുത് നമ്മൾ, പ്രയാസം അനുഭവിക്കുന്നവരെ മറക്കരുത് നമ്മൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈദാകണം. രോഗികളെ നമ്മൾ സന്ദർശിക്കണം. കുടുംബ സന്ദർശനങ്ങൾ ധാരാളമായി നമ്മൾ നിർവഹിക്കണം. സാമ്പത്തിക മാന്യത്തിന്റെ പ്രയാസത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. ധൂർത്തില്ലാത്ത ആഘോഷങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മൾ ധാരാളമായി സ്വതക്ക കൊടുക്കണം. അങ്ങനെ നന്മയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷമില്ലേ, അതിനേക്കാൾ വലിയൊരു സന്തോഷം അല്ലാഹ് നമുക്ക് തരും. വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയാണ്, വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും. അള്ളാഹനെ പേടിച്ച് ജീവിക്കുന്നവരോട് ചോദിക്കപ്പെട്ടു, എന്താണ് അള്ളാഹ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്? ഖാലു, അവർ പറഞ്ഞു, ഖൈറാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് നന്മയാണ് തന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, സഹോദരങ്ങളെ, 10-29 ദിവസം നോമ്പെടുത്തവരെ, രാത്രി നിസ്കരിച്ചവരെ, ആവർത്തിച്ച് ഖുർആൻ ഓതിയവരെ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധം വലിയ സംഖ്യകൾ സ്വതക്ക കൊടുത്തവരെ, പാതിരാവുകളിൽ ഇരുട്ടുള്ള പള്ളിയുടെ മൂലയിലിരുന്ന് കൈ ഉയർത്തി തേടി പശ്ചാത്തപിച്ചവരെ, പ്രാർത്ഥിച്ചവരെ അല്ലാഹ് നമ്മളോട് പറയാണ്, ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസനാ, നന്മ ചെയ്തവർക്ക് ഇഹലോകത്ത് അല്ലാഹു നന്മ നൽകും. വലദാറുൽ ആഖിറതി ഖൈറുൻ, പരലോകത്തിന്റെ ഭവനമാകട്ടെ അത് ഉത്തമമാണ്. വലനിഅമദാറുൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് അല്ലാഹു നൽകുന്ന ഈ ഭവനം എത്ര അനുഗ്രഹീതമാണ്. ജന്നാത്തു അദ്നിൻ, അത് സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗമാണ്. യദ്ഖുലൂനഹാ, അവർ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. ലഹും ഫീഹാ മാ യശാഊൻ, അവർ ആഗ്രഹിക്കുന്നതൊക്കെയും അവർക്ക് ആ സ്വർഗ്ഗത്തിലുണ്ട്. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, നോമ്പ് കൊണ്ട് പടച്ചവനെ പേടിച്ചവരെ, രാത്രി നമസ്കാരം കൊണ്ട് തഖ്വയുണ്ടാക്കാൻ ശ്രമിച്ചവരെ, സ്വതക്ക കൊണ്ട് തഖ്വയുടെ മനസ്സുണ്ടാക്കിയവരെ, പശ്ചാത്തപിച്ചവരെ, പ്രാർത്ഥിച്ചവരെ അല്ലാഹ് പറയാണ്, കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ,
പടച്ചവനെ പേടിച്ചവർക്ക് അപ്രകാരമാണ് അള്ളാഹ് പ്രതിഫലം കൊടുക്കുന്നത്. ചിലർ പറയുന്നു ജീവിതം ഒന്നേ ഉള്ളൂ, ഒരിക്കലേ ജീവിക്കുകയുള്ളൂ എന്ന യോളോ സംസ്കാരം ചിലർ പറയുമ്പോ, വിശ്വാസികളെ, നമുക്ക് രണ്ടാമത്തൊരു ജീവിതമുണ്ട്. മണ്ണിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കുന്ന ആ ജീവിതത്തിൽ സ്വർഗം കിട്ടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? റമദാനിന്റെ ഈ നന്മകൾ തുടരുക, കുടുംബത്തിന് നന്മ ചെയ്യുക, മാതാപിതാക്കളെ പരിഗണിക്കുക, ഭാര്യയോട് മാന്യമായി പെരുമാറുക, ഭർത്താവിനെ സ്നേഹിക്കുക, മക്കൾക്ക് മാതൃകയായി ജീവിക്കുക, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൈകോർത്ത് നമ്മൾ ഒന്നിച്ചു പോവുക. അല്ലാഹ് തന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുക, തിന്മകളിലേക്ക് മടങ്ങാതിരിക്കുക, തോന്നിവാസങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാതിരിക്കുക, ഒരു സിഗരറ്റ് കുറ്റി പോലും ഇനി എന്റെ ചുണ്ടിൽ പുകയില്ലെന്ന് തീരുമാനിക്കുക, ലഹരിയിലേക്ക് നമ്മൾ മടങ്ങാതിരിക്കുക, ഫോണിന്റെ ഇത്തിരിപ്പോന്ന കോളത്തിൽ നമ്മൾ കണ്ടുകൂട്ടിയ തിന്മകളിലേക്ക് ഞാൻ ഇനി മടങ്ങില്ലെന്ന് തീരുമാനിക്കുക. അപ്പോൾ മരണത്തിനപ്പുറവും പെരുന്നാളിനേക്കാൾ വലിയ സന്തോഷം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു ആ നിലക്ക് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങൾ കൊടുത്ത സ്വതക്കയും സക്കാത്തുൽ ഫിത്റും അടക്കം അല്ലാഹുവേ എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യരാണ്, സാധുക്കളാണ്, പാപികളാണ് ഞങ്ങളുടെ വീഴ്ചകൾ അല്ലാഹ് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് റമദാനുകളെ ആഫിയത്തോടുകൂടി സ്വീകരിച്ച് കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി തിരിച്ചയക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസ ലോകത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹിതമായ മണ്ണിന് അതിന്റെ സമാധാനവും നിർഭയത്വവും അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ ശത്രുവിനെ, സയനിസ്റ്റ് ശക്തികളെ അല്ലാഹു നിലംപരിശാക്കി പരാജയപ്പെടുത്തുമാറാകട്ടെ. ആ പരാജയത്തിന്റെ നിമിഷം കൺകുളിർക്കെ കാണാൻ ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സന്തോഷത്തിന്റെ ദിവസങ്ങളിലും ആശുപത്രികളിലടക്കം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ആരോഗ്യത്തോടുകൂടി കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അവരെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അല്ലാഹു പൂർണ്ണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൽ ജീവിച്ചതുപോലെ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ നിഗൂഢ പരിശ്രമങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാനിൽ നന്മകളുടെ അത്ഭുതം തീർത്തവർ ഈ സദസ്സിലുണ്ട്. ധാരാളമായി സ്വതക്ക കൊടുത്തവർ, പള്ളിക്കൊരാവശ്യം പറഞ്ഞപ്പോൾ സഹായിച്ചവർ, ദാറുൽ ഫുർഖാനിന്റെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ അത്ഭുതങ്ങൾ തീർത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവരിൽ നിന്നും സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.